അപ്പോൾ മൊഡ്യൂൾ 2ലേക്ക് എത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 1ന്റെ ഫുള്ള് കഴിഞ്ഞിട്ടില്ല. പക്ഷെ മൊഡ്യൂൾ 2 ആണ് കൂടുതൽ റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഇപ്പം അത് തുടങ്ങണമെന്നുള്ളൂ. അപ്പം അതിൽ ഇങ്ങനെ ഓരോ വേർഡ്സിൻ്റെ അർത്ഥമൊക്കെയാണ് ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാണുന്നത്. ആദ്യം നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയണു. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അതല്ലാണ്ട് രണ്ടുമായിട്ട് വരില്ല. ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അങ്ങനത്തെ വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് ആണ് നമ്മൾ എന്താ പറയുക, പ്രപ്പോസിഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ 5 + 1 = 6 ഇത് ഒരു പ്രപ്പോസിഷൻ ആണോ? കാരണം ഇത് ട്രൂ ആണെന്ന് നമുക്കറിയാം. അതിന്റെ ട്രൂത്ത് വാല്യൂ ഇപ്പം നമ്മൾ ഇതിവിടെ ട്രൂത്ത് വാല്യൂ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും? 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ നമ്മൾ 0 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇപ്പം ഇവിടെ അടുത്തുള്ളത് 3 + 2 എന്ന് പറയുന്നത് 7 ആണ്. നമുക്കറിയാം 5 ആണ്, പക്ഷെ ആണ്. സോ ഇത് പ്രപ്പോസിഷൻ ആണ്. അതിന്റെ ട്രൂത്ത് വാല്യൂ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 0. നമ്മൾ ഈ ട്രൂവിനെ 1 എന്നും ഫോൾസ് എന്ന് എന്ത് റെപ്രസെന്റ് ചെയ്യും? 0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഡു യു സ്പീക്ക് ഹിന്ദി? അതൊരു ഇങ്ങനെ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനെ പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റില്ല. 3 + x = 5. അപ്പോൾ ഇതും എന്താണ്? ട്രൂത്ത് വാല്യൂ എപ്പോഴും എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് പ്രപ്പോസിഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതങ്ങനെ എക്സാമിനൊന്നും കണ്ടിട്ടില്ല, തുടക്കത്തിൽ അങ്ങനെ പറയണമെന്നുള്ളൂ. ഇനി സിമ്പിൾ പ്രപ്പോസിഷൻ ഉണ്ട്, കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഉണ്ട്. ഒരു ഇപ്പൊ നമുക്ക് സെന്റൻസുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി. അപ്പൊ അത് സിമ്പിൾ ഒന്നും. സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്നാണ് പറയാം. അപ്പൊ ഈ സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ആരൊക്കെ ഉണ്ടാവും കണക്റ്റീവ്സ് ആയിട്ട്? ആൻഡ്, ഓർ അല്ലെ? സൺ ഈസ് ഷൈനിങ് ആൻഡ് ഹ്യൂമിഡിറ്റി ഈസ് ലോ എന്ന് പറയുമ്പോൾ അവിടെ ആര് കണക്ട് ചെയ്തിട്ടുണ്ട്? ഈസ്. പിന്നെ അതേപോലെ തന്നെ ഇഫ് ദെൻ എന്നുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് ഇതിൽ കാണാം. ഇവിടെ നോക്കൂ, ഞാൻ ജസ്റ്റ് സൺ ഈസ് ഷൈനിങ് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 2 അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് പാർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്, ലോജിക്കൽ കണക്റ്റീവ്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സെന്റൻസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ the particular words and symbols used to join two or more proposition into single composite or compound proposition are called logical connectives. നമ്മൾ ഇവിടെയാണ് and, or, not, if, then, if and only if, either or, but not both. അപ്പോൾ ഇവിടെ നമുക്ക് ആൻഡിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക വെച്ചാൽ, ആൻഡിനെ ആൻഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക വെച്ചാൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ ഇന്റർസെക്ഷൻ എങ്ങനെ കാണാറ്? ഇന്റർസെക്ഷൻസ് ആൻഡ് എന്നല്ലേ പറയാറ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത്. അതുപോലെ തന്നെ ഓറിന് നമ്മൾ യൂണിയൻ എന്നാണ് പറയണത്. അപ്പൊ യൂണിയന്റെ പോലെ ഇല്ല ഇപ്പൊ ഇതിനെ കാണാൻ. ആക്ച്വലി ഇതിനെ പറയണത് കൺജങ്ഷനും ഡിസ്ജങ്ഷൻ എന്നാണ്. ഇത് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആൻഡ്, ഓർ എന്ന് തന്നെയാണ് ഇവിടെ പറയണത് കേട്ടോ. നെഗേഷൻ, അതായത് നോട്ട്, നെഗേഷൻ, അതിന്റെ സിമ്പിൾ ആണ് ഇത്. ചിലപ്പോ ഇങ്ങനെയും കാണിക്കാറുണ്ട്. ഇനി ഇഫ് ദെന്നിന് നമ്മൾ യൂസ് ചെയ്യണതാണ് ഈ ഒരു നൊട്ടേഷൻ. അടുത്തത് ബൈ കണ്ടീഷൻ. ബൈ കണ്ടീഷൻ മീൻസ് അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ഐദർ ഓർ ബട്ട് നോട്ട് ബോത്ത്. ഇത് പറയണത് എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാം. ഇത് എ സ്റ്റുഡൻറ് ക്യാൻ ഹാവ് പെൻ ഓർ പെൻസിൽ ബട്ട് നോട്ട് ബോത്ത്. അതായത് ഇത് അങ്ങനെ കണ്ടിട്ടില്ല. ബാക്കിയുള്ളതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്. എക്സ്ക്ലൂസീവ് ഓർ കുറച്ചേ കണ്ടിട്ടുള്ളൂ, പക്ഷെ പറയാൻ പറ്റില്ല, ചോദിക്കാം നമുക്ക്. അപ്പൊ ഇവിടെ എന്താണ്? എ സ്റ്റുഡൻറ് ക്യാൻ ഹാവ് പെൻ ഓർ പെൻസിൽ ബട്ട് നോട്ട് ബോത്ത്. രണ്ടും ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവണുള്ളൂ എന്ന് കാണിക്കാനാണ് ഇത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആൻഡ് പഠിച്ചു. ഓർ വെച്ച് എങ്ങനെയാണ് നൊട്ടേഷൻ, നോട്ട് വെച്ച നെഗേഷൻ, ഇഫ് തന്നെ ഒരു സ്ഥലത്തേക്ക് ആരെ പോണു. അതുപോലെ ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ബൈ കണ്ടീഷന് അങ്ങോട്ടും പോണ്ട് ഇങ്ങോട്ടും പോണ്ട്. ഇനി ഇതിൽ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ളത് ട്രൂത്ത് ടേബിൾ ആണ്. ഇനി ഈ മൊഡ്യൂളിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ. അല്ലാണ്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലാണ് കുറച്ച് പണിയുള്ളത്. ഇത് അല്ലാണ്ട്
ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ആദ്യം ഈ രണ്ട് എലമെന്റ്, അതായത് പിയും ക്യൂവും മാത്രം ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണ വെച്ചാൽ ആദ്യം രണ്ട് സീറോ ഇടും, പിന്നെ രണ്ട് വൺ ഇടും, എന്നിട്ട് എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റീവ് ആയിട്ട് 0 1 0 1 എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, ഈ ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യാം, എളുപ്പല്ലേ. ആദ്യം ഞാൻ രണ്ട് സീറോ ഇടുന്നു, വൺ ഇടുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, 0 1 0 1. നെഗേഷൻ പിയുടെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും, ഇവിടെ പിയിൽ എന്താണോ വന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. അപ്പൊ 0 വന്നു കഴിഞ്ഞാൽ 1 വന്നു, 0 വീണ്ടും വന്നു അപ്പൊ 1 വന്നു, 1 വന്നു അപ്പൊ ഇവിടെ 0 വന്നു, ഇവിടെ 1 വന്നു അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയ 0 വന്നു. ഓക്കെ, അടുത്തത് പി ആൻഡ് ക്യൂ. ആൻഡിൽ എപ്പോഴാണ്, ആൻഡിന്റെ ടേബിൾ എങ്ങനെയാണ്, അതായത് രണ്ടും 1 വരികയാണെങ്കിൽ മാത്രമാണ് 1 വരുള്ളൂ അല്ലെ. ഇപ്പൊ ആൻഡിന്റെ അർത്ഥം, ഇന്റർസെക്ഷന്റെ അർത്ഥം എന്താ, രണ്ടിലും ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിനെ എഴുതാറുള്ളൂ, രണ്ടിലും ഉണ്ടാവണം എന്നല്ല അർത്ഥം. അപ്പൊ നമുക്ക് ഇത് മാത്രമാണ് ആലോചിക്കാനുള്ളത്, രണ്ട് 1 വരികയാണെങ്കിൽ മാത്രമാണ് ഇതിൽ എന്ത് വരുള്ളൂ, 1 വരുള്ളൂ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവര് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഇന്റർസെക്ഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും മൾട്ടിപ്ലിക്കേഷന്റെ പോലെയാണ്. ഒന്ന് നോക്കിയൊക്കെ, രണ്ട് 1 ആണെങ്കിലേ 1 വരുള്ളൂ. ഇപ്പൊ 0 × 1 നമുക്ക് 0 കിട്ടും, 1 × 0 0 കിട്ടും, 0 × 0 0 കിട്ടും. അതേപോലെയാണ് ഈ ആൻഡിന്റെ ടേബിളും. അപ്പൊ ആൻഡിനെ ആലോചിച്ച് വെക്കാൻ അവർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആലോചിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, പി ആൻഡ് ക്യൂ രണ്ട് 0 ആണ്, സോ 0. ഇവിടെ 0യും 1ഉം വന്നു അപ്പോഴും 0, 1ഉം 0 വന്നു അപ്പോഴും 0 ആയി, രണ്ടും 1 ആയപ്പോ എന്തായി, 1 ആയി. ഓക്കെ അല്ലേ. ഓർ അങ്ങനെയല്ല, ഓർ മീൻസ് യൂണിയന്റെ പോലെ, ഏതെങ്കിലും ഒന്ന് 1 വരികയാണെങ്കിൽ നമുക്കപ്പൊ എന്ത് എഴുതാം, അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് 1നെ എഴുതാം. ഇപ്പൊ നോക്കൂ, ഇവിടെ ആദ്യത്തെ രണ്ട് 0, അതിന് മാത്രമാണ് നമുക്ക് 0 കിട്ടണുള്ളൂ. ബാക്കി എല്ലായിടത്തും ഈ ഒരു 1 നിൽക്കണോണ്ട് ഇത് 1 ആയി, ഈ ഒരു 1 ഉള്ളതുകൊണ്ട് ഇതും 1 ആയി, രണ്ടും 1 ആയതുകൊണ്ട് ഇതും 1 ആയി. ഇനി അടുത്തതാണ് പി. ഇവിടെ എന്താണ്, എ സ്റ്റുഡന്റ് ക്യാൻ ഹാവ് പെന്നോ, അതായത് രണ്ടുണ്ടാവും, പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയുമ്പോ, അതായത് സോർ എന്ന് പറയുമ്പോ എന്താ വെച്ചാ, ഏതെങ്കിലും ഒരു 1 വന്നാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തുള്ളൂ, 1 എന്ന് എഴുതുള്ളൂ. രണ്ടും 0 അല്ലെങ്കിൽ രണ്ടും 1 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് എഴുതും, 0 എന്ന് എഴുതും. കണ്ടോ, ഇവിടെ ഇപ്പൊ ഇത് 1 വന്നു, സോ ഞാൻ ഇവിടെ 1 എഴുതി, ഇവിടെ 1 വന്നു അപ്പൊ ഇത് 1 ആയി. ഓക്കെ ഇല്ല, എല്ലാതും നെഗേഷൻസ് നേരെ ഓപ്പോസിറ്റ്, ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ പോലെ ആലോചിക്കുക. ഓർ മീൻസ് ഏതെങ്കിലും ഒന്ന് 1 ആയ 1 ആവും. പിന്നെ പി സോർ ക്യൂ എന്ന് പറയണത് എങ്ങനെയായിരിക്കും വരിക, രണ്ട് 0 വന്നാൽ 0, രണ്ട് 1 വന്നാൽ 0, ഏതെങ്കിലും ഒരു 1 വരികയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്, അത് 1 ആയിരിക്കും. അതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഒരു ഇംപ്ലൈസും ഇഫ് ആൻഡ് ഓൺലി ഇഫ് വരുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇംപ്ലൈസ് ആണ്, അതായത് ഇഫ് തന്നെ പി ഇംപ്ലൈസ് ക്യൂ. ഈ പി ഇംപ്ലൈസ് ക്യൂവിന്റെ പ്രത്യേകത എന്താ വെച്ചാ, എപ്പം മാത്രാണ് ഇത് 0 തരുള്ളൂ, 1 0 1 0 വന്നാൽ മാത്രമേ 0 തരുള്ളൂ. ബാക്കി എല്ലാ ടൈമിലും ഈ സംഭവം എന്താണ്, ബാക്കി എല്ലാ ടൈമിലും ഇത് 1 ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ മാത്രം അത് 0 കിട്ടുള്ളൂ. അപ്പൊ ഞാന് 10 ആലോചിച്ച് വെക്കാൻ പറഞ്ഞിട്ടില്ല, അതായത് ഇങ്ങനെ ഓർഡർ ഇങ്ങനെയാണെങ്കിൽ 10 വന്നു കഴിഞ്ഞാൽ 0 എന്ന് എഴുതിക്കോന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്, മീൻസ് ഇത് തെറ്റിന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇങ്ങനെ എഴുതാം നമുക്ക്. ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 0 0 1 1 ആണ്. അതേപോലെ തന്നെ 0 1 0 1 എഴുതിയിട്ട് പോവാം. അപ്പൊ നോക്കൂ, ഇവിടെ എപ്പോ മാത്രമാണ് 1 0, 10 കണ്ടാൽ മാത്രം 0, ബാക്കി എല്ലായിടത്തും എന്ത് ഇട്ട് കൊടുത്തു, 1 എന്ന് ഇട്ട് കൊടുത്തു. ആക്ച്വലി ഇത് എന്താ പറയണേ വെച്ചാൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂവും രണ്ടാമത്തെ ഫോൾസ് ആയാലാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഫോൾസ് കിട്ടുള്ളൂ. ആദ്യത്തെ ഫോൾസും രണ്ടാമത്തെ ട്രൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ ട്രൂ ആണ്, രണ്ടും ട്രൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് ട്രൂ, രണ്ടും ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് ട്രൂ. അപ്പൊ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇംപ്ലൈസിന്റെ ഈ ട്രൂത്ത് ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആ, കാരണം അത് എല്ലായിടത്തും യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്താലോചിക്കണം, 1 0 വന്നാൽ 0 ഔട്ട്പുട്ട്. ഇനി ഇഫ് ആൻഡ് ഓൺലി ഇഫ്, രണ്ടും ഒരുപോലെ വന്നാൽ ട്രൂ. ഇപ്പൊ രണ്ട് 0 ഒരേപോലെ വന്നു, അപ്പൊ ട്രൂവിനെ സൂചിപ്പിക്കണം 1. രണ്ട് 1 ഒരുപോലെ വന്നു,
അപ്പൊ അതിനെ സൂചിപ്പിക്കണ 1. അപ്പൊ കണ്ടോ, ഇഫ് P and Q are same then true, otherwise false. ഇതങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ മതി. രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ 1, അല്ലെങ്കിൽ false. അതാണ് നമ്മുടെ if and only ifന്റെ ട്രൂത്ത് ടേബിൾ. ഇനി അടുത്തത് നമ്മളോട് മെയ് 2025 ചോദിച്ച ചോദ്യം, നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച ചോദ്യം, ഷോ ദാറ്റ് ഫോളോയിങ് ലോജിക്കൽ എക്സ്പ്രഷൻ ആർ ഇക്വലന്റ് യൂസ് ഇൻ ട്രൂത്ത് ടേബിൾ. യൂസ് ഇൻ ട്രൂത്ത് ടേബിൾ ഇല്ലെങ്കിലും നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ച് ചെയ്യാം. ചിലപ്പോൾ നമ്മളോട് പറയും യൂസ് ഇൻ എന്താണ് ട്രൂത്ത് ടേബിൾ എന്നല്ല, പകരം നമുക്ക് യൂസ് ഇൻ ദ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൂത്ത് ടേബിൾ വരച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ പിയും ക്യൂവും മാത്രമേ ഉള്ളൂ, ആറൊന്നും വന്നിട്ടില്ല. അപ്പൊ പിയും ക്യൂവും എന്താ ഓർഡർ പറഞ്ഞിരിക്കണേ, ആദ്യം 2 0 എഴുതുന്നു, പിന്നെ 2 1 എഴുതുന്നു, 0 1 0 1 പറഞ്ഞിട്ട് ഇവര് എന്താണ് ഇത് കംപ്ലീറ്റ് ആക്കി. ബ്രാക്കറ്റിലുള്ള ആൾക്കാരനൊക്കെ എഴുതുക. അപ്പൊ ഇവിടെ ആദ്യം പി ആൻഡ് ക്യൂ എഴുതി ഞാൻ. അതിപ്പോ ഏത് ഓർഡർ വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ലാസ്റ്റ് ഇത് 2 ഈക്വൽ ആണെന്ന് കിട്ടണം. ഏത് ഈ നെഗേഷൻ പി ആൻഡ് ക്യൂവും നെഗേഷൻ പി നെഗേഷൻ ക്യൂ നമുക്ക് സെയിം ആണ് കിട്ടണം. അപ്പൊ ഇവിടെ പിയും ക്യൂ എഴുതി. അപ്പൊ ഇതിൽ നെഗേഷൻ പി ഉണ്ടല്ലോ, അതിനെ ഞാനൊരു കോളാക്കി എഴുതി. പിന്നെ നെഗേഷൻ ക്യൂ എഴുതി. പിന്നെ ഇത് രണ്ടും കണക്ട് ചെയ്യണ ആളെന്നെ എഴുതി, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. പിന്നെ ഞാൻ എന്ത് എഴുതി, പി ആൻഡ് ക്യൂ എന്ന് എഴുതി. പിന്നെ നെഗേഷൻ പി ആൻഡ് ക്യൂ. അപ്പൊ എനിക്ക് കിട്ടേണ്ടത് എന്താ വെച്ചാൽ ഇത് എഴുതണ കോളവും ഇത് എഴുതണ കോളം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. ആദ്യം 0 0 1 1 0 1 0 1 എഴുതി. ഇനിയിപ്പോ നോക്കൂ, ഇവിടെ 0 വന്നപ്പോ ഇവിടെ എന്ത് വന്നു, 1 വന്നു. ഇവിടെ 0 വന്നപ്പോ 1 വന്നു. 1 വന്നപ്പോ ഇവിടെ എന്ത് വന്നു, 0 വന്നു. 1 വന്നപ്പോ 0 വന്നു. നേരെ ഓപ്പോസിറ്റ് നെഗേഷൻ ക്യൂ എങ്ങനെ കിട്ടും, ഇവിടെ 0 വന്നാ ഇവിടെ 1, ഇവിടെ 1 വന്നാ ഇവിടെ 0, ഇവിടെ 0 വന്നാ ഇവിടെ 1, ഇവിടെ 1 വന്നാ ഇവിടെ 0. അപ്പൊ ഈ ഒരു ടേബിളും സെറ്റായി. ഇനി അടുത്തൊരു നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഓറിനെ നമ്മൾ എന്താ പറഞ്ഞേ, ഏതെങ്കിലും ഒന്ന് 1 വരികയാണെങ്കിൽ 1 എന്ന് എഴുതാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 2 1 വന്നു, അപ്പോഴും 1. ഇവിടെ 1 0, ഈ 1 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഇവിടെ 1 എഴുതാം. ഇവിടെ ഈ 1 വന്നത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം, 1 എഴുതാം. ഇവിടെ 2 0 ആണ്, അപ്പൊ എന്ത് എഴുതാൻ പറ്റുള്ളൂ, 0 0 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു കോളം ഏത് കോളത്തിനോട് ഈക്വൽ ആവണം, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. അപ്പൊ പി ആൻഡ് ക്യൂ വേണല്ലോ. ആൻഡിന്റെ അർത്ഥം എന്താന്നാ പറഞ്ഞേക്കണേ, രണ്ടും 2 1 വന്നാൽ മാത്രമേ നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 2 1 വന്ന പ്ലേസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെ മാത്രമാണ് നമ്മൾ 1 എഴുതിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ 0 ആയി. ഇനി ഇതിന്റെ നെഗേഷൻ കൊടുക്കുമ്പോൾ 0 എന്തായി, 1 ആയി. ഇവിടെയും 0 1 ആയി, ഈ 0 എന്തായി, 1 ആയി. ഈ 1 എന്തായി, 0 ആയി. അപ്പൊ ഈ കോളം സെയിം അല്ലേ. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്തില്ലേ. 3 മാർക്കിന് നമുക്ക് ചോദിക്കാം. ഇത് കുറച്ച് വലുത് കുറച്ചും കൂടി മാർക്കിന് ചോദിച്ചാൽ ശരിക്കും ലാഭമായിരുന്നു. ഈ ടോട്ടോളജിയും കോൺട്രഡിക്ഷനും. അപ്പൊ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻസ് തരും. അത് ഫുള്ളും 1 കിട്ടുകയാണെങ്കിൽ ടോട്ടോളജിയും, അത് ഫുള്ള് 0 കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോൺട്രഡിക്ഷൻ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, ഇൻവേഴ്സ്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞേച്ചാ, ഇൻവേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ചോദ്യം വരിക, റൈറ്റ് കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇത് രണ്ടും സിയിൽ തുടങ്ങുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മള് ഇത് ആദ്യം എഴുതുക. ഇപ്പൊ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഇൻവേഴ്സ് ആദ്യം എഴുതാം. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ ആണ് ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ എന്ത് വരും, നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. അടുത്ത നമുക്കുള്ളത് കോൺവേഴ്സും കോൺട്രാപോസിറ്റീവ് ആണ്. കോൺവേഴ്സ് മീൻസ് ക്യൂ ഇംപ്ലൈസ് പി നൗ, കോൺട്രാപോസിറ്റീവ് ഇതിന്റെ നെഗേഷൻ. കണ്ട, കോൺട്രാപോസിറ്റീവ് വെച്ചാൽ ഇതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞ, പി ഇംപ്ലൈസ് ക്യൂ ആയിരുന്നു ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിൽ നെഗേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരായി, ഇൻവേഴ്സ്
ഇൻവേഴ്സ് ആയി. പിന്നെ കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും രണ്ട് സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഓർത്തിരിക്കുക. പി ഇംപ്ലൈസ് ക്യൂനെ തിരിച്ചു, ക്യൂ ഇംപ്ലൈസ് പി. ഞാൻ അതിന് നെഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നു? കോൺട്രാപോസിറ്റീവ്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ തന്നെ ഇൻവേഴ്സ് കോൺവേഴ്സ് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ഓർത്തിരിക്കാൻ എളുപ്പം. ഇനി ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ട്രൂത്ത് ടേബിൾ പറയും. ഒരു ഇതിന്റെ ക്വസ്റ്റ്യൻ കാണാനില്ലല്ലോ. ഇത് നമ്മള് ഇത് ഇങ്ങനെ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണാത്തോണ്ട് എന്ത് സ്കിപ്പ് ചെയ്യാം? ഇതാ തോന്നണു. ക്വസ്റ്റ്യൻ കാണാത്തതല്ല, കോൺവേഴ്സ് ഇൻവേഴ്സ് കോൺട്രാപോസിറ്റീവിന്റെ ട്രൂത്ത് ടേബിൾ വെറുതെ കാണിച്ചു തരണത് എങ്ങനെയാ വരണേന്ന്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. പിയും ക്യൂവും നെഗേഷൻ പി എന്ന് പറഞ്ഞ ഇപ്പൊ എന്താ? 0 ആയി കഴിഞ്ഞാൽ 1, 1 ആയ 0. നിങ്ങക്ക് അറിയൂലോ ഇപ്പോ. അപ്പൊ ആ ഒരു കോളം നമുക്ക് കിട്ടി. പി ഇംപ്ലൈസ് ക്യൂ. ഇംപ്ലൈസിൽ എപ്പോഴാണ് ആദ്യത്തെ പി ആണ്, രണ്ടാമത്തെ ക്യൂ ആണ്. അപ്പോൾ 10 എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്തു? 0 ചെയ്ത് കണ്ടു. 10 കണ്ടു, അവിടെ ഞാൻ എന്ത് എഴുതി? 0 എഴുതി. ബാക്കിയൊക്കെ 1. ക്യൂ ഇംപ്ലൈസ് പി ആവുമ്പോ ആദ്യം ആരെയാണ് നോക്കേണ്ടത്? ക്യൂനെയാണ് നോക്കേണ്ടത്. അത് കുറെ പേര് തെറ്റിക്കണ കാണാറുണ്ട്. അപ്പൊ ക്യൂല് ആദ്യം 10 വരുന്നത് എവിടെയാ? ഇങ്ങനെയാണ്. നമ്മൾ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പൊ 10 ഇവിടെ വന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഇത് മാത്രം 0, ബാക്കിയൊക്കെ 1 എഴുതി. ഇനി അടുത്തത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതിന്റെ പേരാണ് എന്ത്? നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ് ആര്? കോൺട്രാപോസിറ്റീവ്. ക്യൂ ഇംപ്ലൈസ് പി ആണ് കോൺവേഴ്സ്, ഇതാണ് കോൺട്രാപോസിറ്റീവ്. അപ്പൊ നമുക്ക് എന്ത് വേണം? കോൺവേഴ്സിന്റെ കഴിഞ്ഞു, ഇനി കോൺട്രാപോസിറ്റീവിന്റെ എഴുതാൻ പോവാണ്. അപ്പൊ അതിന് ആദ്യം നോക്കേണ്ടത് നെഗേഷൻ ക്യൂ ആണ്. ഫസ്റ്റ് നോക്കേണ്ടത് ഇതിനെയും സെക്കൻഡ് നോക്കേണ്ട നെഗേഷൻ പി. അപ്പൊ ഇവിടെ എവിടെയാ 10 വരുന്നത്? കണ്ടോ, ഇവിടെയാണ് 10 വരുന്നത്. ഇവിടെ ഫസ്റ്റ് 1 വന്നു, ഇവിടെ 0 വന്നു. ഇവിടെ മാത്രം 0, ബാക്കിയൊക്കെ 1. ഇനി അടുത്തത് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നെഗേഷൻ പിന്നെയാണ് ഫസ്റ്റ് നോക്കേണ്ടത്, അത് കഴിഞ്ഞ് നെഗേഷൻ ക്യൂ. അപ്പൊ നമുക്ക് ഇവിടെ 1, 0 വരുന്നത് എവിടെയാ? ഇവിടെ. ഇത് മാത്രം 0, ബാക്കിയെല്ലാം 1 ആയി. അത്രേ ഉള്ളൂ. ജൂൺ 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ 24 സ്കീം അല്ല, 19 സ്കീമിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടതാ. ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. അപ്പൊ ഇത് ഈ ടേബിളിൽ എന്തൊക്കെ വരയ്ക്കേണ്ടി വരും? പി വേണം, ക്യൂ വേണം, നെഗേഷൻ പി വേണം, നെഗേഷൻ ക്യൂ വേണം, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ വേണം. കഴിഞ്ഞോ? ലാസ്റ്റ് എന്ത് വേണം? ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. അത് ഇതിന്ന് നോക്കിയിട്ടാണ് നമ്മള് കണ്ടുപിടിക്കുന്നത്. ആദ്യം ബ്രാക്കറ്റുകളൊക്കെ എല്ലാം പി ക്യൂ നെഗേഷൻ പി വേണം, ബ്രാക്കറ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് എഴുതി? പി ക്യൂ എഴുതി, ഓർഡറിൽ എഴുതി. 2 0 2 1 0 1 0 1. നെഗേഷൻ പി എന്ത് കണ്ടാലും അതിന്റെ ഓപ്പോസിറ്റ് ചെയ്താ, നെഗേഷൻ ക്യൂ എന്ത് കണ്ടാലും അതിന്റെ ഓപ്പോസിറ്റ് ചെയ്താ. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഓർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 2 1 കിട്ടി, സോ ഇത് 1 ആയി. ഇവിടെ ഈ 1 കാരണം ഇത് 1 ആയി. ഇവിടെ ഈ 1 ഉള്ളത് കൊണ്ട് ഇത് 1 ആയി. ബാക്കി എന്തായി? 0 ആയി. ഈ ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അത് വന്നൂലോ. അപ്പൊ അത് വന്നു കഴിഞ്ഞ എന്താ അർത്ഥം? ക്യൂവിന്റെ ടേബിളിനെ കോളത്തിന് നോക്കണം, പിന്നെ നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ നോക്കണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എങ്ങനെയാണ് ടേബിൾ വരച്ചിരുന്നത്? 2 1 വരികയാണെങ്കിൽ 1 എന്ന് എഴുതും, 2 0 വരികയാണെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതും. ബാക്കി ഏത് കണ്ടീഷൻ വന്നാൽ 0. അപ്പൊ ഇവിടെ 1 0 ആണ്, 1 1 ആണ്. അപ്പൊ നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് രണ്ടും 1 ആയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 എഴുതാം. ഇവിടെ 1 0 1 1, അപ്പൊ 0. ഇവിടെ 1 0, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 0 എഴുതാം. അപ്പൊ ഇതെന്താണ്? ചെക്ക് വെദർ ഇറ്റ് ഈസ് എ ടോട്ടോളജി എന്നാ. ഇതിൽ നമുക്ക് ആകെ ഒരു 1 കിട്ടിയിട്ടുള്ളൂ. ഫുള്ള് 1 വന്നാലാണ് ടോട്ടോളജി ആവുക. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് നോട്ട് എ ടോട്ടോളജി. ഇങ്ങനെയൊക്കെ എഴുതാൻ മറക്കരുത്, കാരണം അതിനായിരിക്കും 1 മാർക്ക് കൊടുക്കണ്ടാവുക. ഓക്കെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ വെറുതെ 1 മാർക്ക് കളയരുത്. ഇതാ ജൂൺ 2024
പി ക്യു ആർ ഇതാ 19 സ്കീമിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതേതായിരിക്കും നമുക്ക് എളുപ്പം. ഫസ്റ്റ് ഇൻവേഴ്സ് എഴുതി. ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇൻവേഴ്സ് വെച്ചാൽ നെഗേഷൻ അല്ലെ, നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ആൻഡ് ആർ. അപ്പൊ നമ്മൾ എഴുതി ഇൻവേഴ്സ് എഴുതി. കോൺവേഴ്സ് മീൻസ് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ കോൺവേഴ്സിൽ എന്ത് എഴുതും? ക്യൂ ഇംപ്ലൈസ് പി എന്ന് എഴുതും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ആർ എന്ന് കിട്ടി. അതായിരുന്നു നമ്മുടെ ഒറിജിനല്. അപ്പോ കോൺവേഴ്സ് എഴുതുമ്പോ നമുക്ക് എന്ത് വരും? ഇത് ഫസ്റ്റ് വരും. ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് പി. അടുത്ത് കോൺട്രാപോസിറ്റീവ്, ഇതിനൊരു നെഗേഷൻ ഇട്ട് വെക്കുക. നെഗേഷൻ ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് നെഗേഷൻ പി. ഒക്കെ 19 സ്കീമിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് 2024 സ്കീമിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിലത്തെ എടുത്തിടണം. അല്ലാണ്ട് നമുക്ക് പ്രീവിയസ് എന്ന് പറയാൻ ആകെ ഈ 2 പേപ്പർ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും ആവില്ലല്ലോ. യൂസ് ഇൻ ട്രൂത്ത് ടേബിൾ വെരിഫൈ ദ ലോജിക്കൽ ഇക്വാലൻസ്. കുറച്ച് വലിപ്പുണ്ട് അല്ലെ. പി ക്യു ആർ കയറി വന്നു, കണ്ടോ? പി ക്യു ആർ. അപ്പൊ നമ്മൾ പി ക്യു ആർ ആണ് എഴുതണമെങ്കിൽ അതിനുള്ള ഓർഡർ ആണ് പറഞ്ഞുതരാം. 8 റോസ് വരും. ഓക്കെ, 8 റോ വരും. ആദ്യത്തെ 4 സീറോയും അവസാന 4 സീറോയും വരുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള, ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ച പോലെ എഴുതി, കണ്ടോ? ഈ ഒരു വേർഡ്സ് അവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? 0 0 1 1 എഴുതിയിട്ട് 0 1 0 1 എഴുതും. അപ്പൊ ഈ ക്യു ആർ വരാണെങ്കിൽ ആദ്യത്തെ 4 ഞാൻ എന്തിട്ടു? 0 0 0 0. പിന്നത്തെ 4 ഞാൻ എന്ത് ചെയ്തു? 1 1 1 1 എഴുതി. പിന്നെ ഇത് നമ്മൾ സാധാരണ എഴുതാറുള്ള പി ക്യൂന്റെ ടേബിള്, അതും ഞാൻ എങ്ങനെ എഴുതണം? ഇത് 2 0, ഇത് 2 1, പിന്നെ 0 1 0 1. ഇതേ സെയിം സാധനം. ഇത് 4 0, ഈ 4 1 എഴുതിയതിനു ശേഷം ഇത് എടുത്ത് എഴുതും. എന്നിട്ട് നമ്മള് ഓരോ കാര്യങ്ങള് കണ്ടുപിടിക്കാണ്. അപ്പൊ നമുക്കിനി ആദ്യം നോക്കേണ്ട ഈ ടേബിളിന്റെ ഉള്ളില് എന്തൊക്കെ ഹെഡിങ് വെക്കണം. അപ്പൊ ബ്രാക്കറ്റിൽ നോക്കിയപ്പോ ക്യൂ ഓർ ആർ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണം. പിന്നെയോ പിന്നെന്താ നമുക്കുള്ളത്? പിന്നുള്ളത് പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ. അത് നമുക്ക് ചെയ്യാം. അടുത്തതിൽ നമ്മൾ അത് ചെയ്തു. പിന്നെ രണ്ട് ഇക്വലന്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഏത്? ഇതും. അപ്പൊ നെഗേഷൻ ആർ വരുന്നുണ്ട്. പിന്നെ അതില് പി ഇംപ്ലൈസ് ക്യൂ വരുന്നുണ്ട്. പിന്നെ നെഗേഷൻ ആർ ഇംപ്ലൈസ് പി ഇംപ്ലൈസ് ക്യൂ. അപ്പൊ ഞാൻ പി ക്യു ആർ എഴുതിയല്ലോ. ക്യൂ ഓർ ആർ ആണ് ആദ്യത്തെ ചെയ്യേണ്ടത്. ഓർ മീൻസ് ഏതെങ്കിലും ഒന്ന് 1 കിട്ടിയാൽ മതി. ഇപ്പൊ ഇതിൽ 1 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 2 എണ്ണത്തിലും 1 വന്നു. അതുകൊണ്ട് ഇതൊക്കെ 1 ആയിട്ടുണ്ട്. 2 0 ആണ്. ഇപ്പൊ 0. ഇവിടെ നമുക്ക് 1 കിട്ടി. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ നമ്മൾ 1 എഴുതി, ബാക്കിയൊക്കെ 0 ആയി. ഓക്കെ, ഇനി നമുക്കുള്ളത് പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ. പീനെ നോക്കണം. പിന്നെ എന്തിനെ നോക്കണം? നമ്മള് പീനെ നോക്കണം, ക്യൂ ഓർ ആറിനെ നോക്കണം. അപ്പൊ ഇത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സാധനം 1ഉം സെക്കൻഡ് 10നെ കണ്ട നമ്മൾ എന്ത് എഴുതണം? 0 എഴുതണം. അപ്പൊ ഇവിടെ 1ൽ സ്റ്റാർട്ട് ചെയ്യണ നോക്കിയാ പോരെ? ഇതെന്തായാലും സീറോസിൽ സ്റ്റാർട്ട് ചെയ്യണത് കൊണ്ട് അതൊക്കെ എന്തായി? 1 ആയേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ 10നെ കണ്ടു. സോ നമ്മൾ അവിടെ എന്ത് എഴുതി? 0. പിന്നെ എവിടെയെങ്കിലും നമ്മൾ 10നെ കണ്ടോ? ഇല്ല. അപ്പൊ അത് മാത്രം 0, ബാക്കിയെല്ലാം 1 ആയി. ഇനി നെഗേഷൻ ആറ്. ആറിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തത്. 0 വന്നു, അപ്പൊ അവിടെ 1 ആയി. ഇവിടെ 1 ആയി, ഇവിടെ 0 ആയി. ഇവിടെ അങ്ങനെ 0 വന്നു, അപ്പൊ അവിടെ 1 കിട്ടി. ഇത് 1 കിട്ടി. ഇനി എന്താ? അവിടെ 0 ആണ്, അപ്പൊ ഇവിടെ 1 ആയി. ഇവിടെ 1 ആണ് കിടക്കണത്, അപ്പൊ ഇത് 0 ആയി. ഇവിടെ 0 ആണ് വന്നേക്കണത്, അപ്പൊ ഇത് 1 ആയി. ഇത് 1 ആ വന്നേക്കണത്, അപ്പൊ ഇത് എന്തായി? 0 ആയി. ഇനി വീണ്ടും പി ഇംപ്ലൈസ് ക്യൂ. അപ്പൊ നമ്മൾ ആരെയും നോക്കണം? പിന്റെയും ക്യൂന്റെയും ടേബിൾസ് നോക്കണം. അതിൽ 1 0 എപ്പോഴാണ് വന്നേക്കണത്? ദാ ഇവിടെ വന്നു, ഇവിടെയും വന്നു. വേറെ എവിടെയും 1 0 എന്നുള്ളത് വന്നിട്ടില്ല. അതുകൊണ്ട് അത് മാത്രം 0, ബാക്കിയൊക്കെ 1. അടുത്ത നമുക്ക് നെഗേഷൻ ആർ ഇംപ്ലൈസ് പി ഇംപ്ലൈസ് ക്യൂ എന്നുണ്ട്. അപ്പൊ നെഗേഷൻ ആർ ഇവിടെ എഴുതിയിട്ടുണ്ട്, പി ഇംപ്ലൈസ് ക്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 1 0 എപ്പോഴാ വന്നിട്ടുള്ളത്? ദാ ഇവിടെ 1 0 വന്നിട്ടുണ്ട്. പിന്നെന്താ? കഴിഞ്ഞു. ഇത് മാത്രം 0. നമുക്ക് ഇതും 2 ഇക്വലന്റ് ആണെന്ന് കിട്ടിയില്ലേ? അതെല്ലാം പ്രൂവ് ചെയ്യണ്ടേ?
അപ്പൊ they are logically equivalent എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുക. ഇനി ഒരെണ്ണം കൂടിയും ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇത് ടോട്ടോളജി ആണ് കാണിക്കണം. അതായത് തന്നെ ലാസ്റ്റ് ട്രൂത്ത് വാല്യൂ വരുമ്പോ ഒക്കെ ഫുള്ള് 1 കിട്ടണം. ഇവിടെ പിയും ക്യൂ ആർ ഉണ്ട്, നേരത്തെ പോലെ എഴുതി. പിന്നെ ഈ ടേബിളിൽ എന്തൊക്കെ വേണം നമുക്ക്? പി ഇംപ്ലൈസ് ക്യൂ വേണം, ക്യൂ ഇംപ്ലൈസ് ആർ വേണം, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ വേണം. കഴിഞ്ഞോ? ഇല്ല. ഇനി പി ഇംപ്ലൈസ് ആർ വേണം. പിന്നെ ഇത് ഈ ഒരു ടേം ഇംപ്ലൈസ് പി ഇംപ്ലൈസ് ആർ. നമ്മൾ സ്പ്ലിറ്റ് ബ്രാക്കറ്റുകളിലുള്ള സാധനങ്ങൾക്ക് ഫസ്റ്റ് എഴുതിയിട്ട് അവർ കണക്ട് ചെയ്ത് ലാസ്റ്റ് ആ ഫുൾ സംഭവങ്ങൾ എത്തിച്ചു. കണ്ടോ? ഇനി നമുക്ക് ഇതിലെ പി ഇംപ്ലൈസ് ക്യൂല് 10 എവിടെയാണെന്ന് നോക്കാം. ഇതാ 10 ഇവിടെ നമുക്ക് 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പി ഇംപ്ലൈസ് ക്യൂല് ഇത് മാത്രം 0, ബാക്കിയെല്ലാം 1 എന്ന് എഴുതി വെച്ചു. ഇനി എനിക്ക് ക്യൂ ഇംപ്ലൈസ് ആർ നോക്കണം. അപ്പൊ 10 തപ്പി നടക്കാണ്. ഇവിടെ 10 കിട്ടി, പിന്നെ ഇവിടെയും 10 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് 0 ആയി, ഇതും 0 ആയി, ബാക്കിയൊക്കെ 1 എന്ന് എഴുതി. ഇനി അടുത്തത് നമുക്കുള്ളത് ആൻഡ് ആണ് അല്ലെ? ആൻഡ് മീൻസ് 2 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 2 1 വന്നു, 1 എഴുതി, 2 1 വന്നു, 1 എഴുതി, 2 1 വന്നു, 1 എഴുതി, പിന്നെ ഇവിടെ 2 1 വന്നു, 1 എഴുതി. ഇനി അടുത്തത് പി ഇംപ്ലൈസ് ആറ്. അപ്പൊ നമ്മൾ പിനെ ആറിനെയാണ് നോക്കണത്. അവിടെ 10 വരുന്നുണ്ടോ നോക്കി. 10 ഒരു സ്ഥലത്ത് കിട്ടി, അതിന് ഞാൻ 0 എഴുതി. കഴിഞ്ഞില്ല, ഇവിടെയും 10 വരുന്നുണ്ട്, അവിടെ 0 എഴുതി, ബാക്കിയൊക്കെ 1. ഇനി ലാസ്റ്റ് നമുക്കുള്ളത് ഈ ഒരു ഇത് ഇംപ്ലൈസ് ഇത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ നോക്കണത്? ഇവിടെ 10 എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടോ നോക്കി. ഇല്ല, എല്ലാ 10 എന്നുള്ള കോമ്പിനേഷൻ ഇല്ലാത്തത് കൊണ്ട് ഫുൾ ടേംസ് എന്തായി? 1 ആയി. അപ്പൊ അതെന്താന്ന് നമുക്ക് കിട്ടി? ടോട്ടോളജി ആണ് കിട്ടി. ഇതിലെ കോൺട്രഡിക്ഷൻ ആണോ? പി എഴുതണം. ഇതെന്ന് ചോദിച്ചാൽ ഡിസംബർ 2021. പി എഴുതണം, നെഗേഷൻ പി എഴുതണം, ക്യൂ എഴുതണം. അപ്പൊ പി ക്യൂ എഴുതി, നെഗേഷൻ പി യു എഴുതി, നെഗേഷൻ പി ഓർ ക്യൂ, ഇതാണല്ലോ ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ അതും എഴുതി. ഇനിയിപ്പൊ എന്താ? ലാസ്റ്റത്തെ ഈ ഒരു ഫുൾ ടേംസും എഴുതി. നെഗേഷൻ പി പിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി. നെഗേഷൻ പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 1 ആയാൽ മാത്രമേ നമ്മൾ 1 എഴുതുള്ളൂ. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് 1 എഴുതി. ഇനി വീണ്ടും ആൻഡ് ആണ് ചോദിച്ചേക്കുന്നത്. എന്ത് ആൻഡ്? നെഗേഷൻ പി ആൻഡ് ക്യൂ, ക്യൂവും പിയും. അപ്പൊ പിയുടെ ടേബിളിന് നോക്കണം, നെഗേഷൻ പി ആൻഡ് ക്യൂവും നോക്കണം. അത് നോക്കണ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു 1 1 എന്നുള്ള കോമ്പിനേഷനേ കാണാനില്ല. അതുകൊണ്ടാണ് ഇത് എന്തായ ഫുൾ 0 ആയ. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ കാണാം.